കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എഫേസസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത് എന്ന് വെളിപാട് പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നു. നമ്മുടെ സമകാലിക ഭാഷയിൽ ഇത് ഒന്ന് താരതമ്യം ചെയ്ത് വിശദീകരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഒരു ദിവസം പെട്ടെന്ന് എഫേസസിലെ സഭയുടെ ദൂതന്റെ അഥവാ മൂപ്പന്റെ വീടിന്റെ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്ന് പുറത്തു വന്നപ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഇതാ നിങ്ങൾക്കൊരു തപാലുണ്ട്. അത് കേട്ട് മൂപ്പന് വലിയ സന്തോഷമായി. താൻ ലഭിച്ച കത്തുമായി അകത്തുപോയി. അദ്ദേഹം കവർ തുറന്ന് വായിക്കുവാൻ തുടങ്ങി. എഫേസസിലെ സഭയുടെ ദൂതന് എഴുതുക. കത്ത് കണ്ടപ്പോൾ മൂപ്പന് അതിയായ സന്തോഷം തോന്നി. കാരണം അത് യേശുക്രിസ്തുവിൽ നിന്നുള്ളതായിരുന്നു. വലിയ സന്തോഷത്തോടെ അദ്ദേഹം മൂപ്പന്മാരെ വിളിപ്പിച്ചു. അവർ വന്നപ്പോൾ അവരോട്, എനിക്കൊരു കത്ത് ലഭിച്ചു, നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിൽ നിന്ന് എനിക്കൊരു കത്ത് ലഭിച്ചു എന്ന് വലിയ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അത് വായിക്കുവാൻ തുടങ്ങി. അതിങ്ങനെയാണ് ആരംഭിച്ചത്. എഫേസസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. മൂപ്പൻ തുടർന്ന് വായിച്ചു, ഞാൻ നിന്റെ പ്രവൃത്തിയും. അപ്പോൾ മറ്റുള്ളവരെല്ലാം ചേർന്ന് ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം, നാം ദൈവത്തിനായി എന്താണ് ചെയ്യുന്നതെന്ന് ദൈവത്തിനറിയാം. കർത്താവിന് വേണ്ടി നാം രാവും പകലും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും താൻ അറിയുന്നു. ഇതൊരു വലിയ സന്തോഷത്തിൻ്റെ കാര്യമാണ് എന്ന് പറഞ്ഞു. തുടർന്ന് നിന്റെ പ്രവൃത്തിയും അധ്വാനവും സഹിഷ്ണുതയും എന്ന് വായിച്ചും കൊണ്ട് മൂപ്പൻ ചിന്തയിൽ മുഴുകി. എൻ്റെ ദൈവമേ, നമുക്ക് സഹിഷ്ണുതയില്ലെന്നാണല്ലോ ഞാൻ കരുതിയിരുന്നത്. എന്നാൽ കർത്താവ്, നിനക്ക് സഹിഷ്ണുതയുണ്ടെന്നും നിന്റെ പ്രവൃത്തിയും അധ്വാനവും സഹിഷ്ണുതയും ഞാൻ അറിയുന്നു എന്നും പറഞ്ഞത് ഓർത്തു. തൻ്റെ ചിന്തയിൽ നിമഗ്നനായി. അത് വായിച്ച ശേഷം അത് ഒരു വലിയ അഭിനന്ദനമായി കരുതിക്കൊണ്ട് തുടർന്നു. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്ന് പോകാഞ്ഞതും ഞാൻ അറിയുന്നു. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ സഹമൂപ്പന്മാരോട്, കണ്ടോ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, ഈ കള്ളന്മാരായ ആളുകളെ അകത്തേക്ക് കടക്കുവാൻ അനുവദിക്കാതെ നാം കാവൽ നിൽക്കേണ്ടതുണ്ടെന്ന്. കർത്താവ് ഇതിൽ വളരെ സന്തുഷ്ടനാണ്. സഹോദരന്മാരെ, നോക്കൂ, ദൈവം നമ്മോടൊപ്പമുണ്ട്. ഇത്തരം ആളുകളെ നമ്മുടെ അടുത്തേക്ക് വരുവാൻ അനുവദിക്കാത്ത വിധം ദൈവം നമ്മോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്നു. നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം. ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തങ്ങളുടെ സഹിഷ്ണുത, തൻ്റെ നാമനിമിത്തം ഉള്ള സകലശക്തി, സ്ഥിരത, ഇതിനെയെല്ലാം അഭിനന്ദിച്ചതിൽ അവർ വളരെ സന്തോഷിച്ചു. അതുവരെ എല്ലാം നന്നായിരുന്നു. വളരെ സന്തുഷ്ടരായി വായനയ്ക്ക് അല്പം വിരാമമിട്ടു. ഉടൻ തന്നെ മറ്റേ മൂപ്പന്മാരെല്ലാവരും പറഞ്ഞു, വായിക്കൂ സഹോദര, ദയവായി വായിക്കൂ. ആ സഹോദരൻ വായിച്ചു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം. പ്രധാന മൂപ്പൻ കരയുവാൻ തുടങ്ങി. തുടർന്ന് ആ കത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം. ഇതായിരുന്നു അവരുടെ യഥാർത്ഥ ആത്മീയ അവസ്ഥ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ നില എന്താണെന്ന് ഒന്ന് വിചിന്തനം ചെയ്യാം. നമുക്കും കുറവുകളും പോരായ്മകളുമുണ്ട്. ആകയാൽ ആ കത്ത് നമുക്കുള്ളതായി നമുക്ക് സ്വീകരിക്കാം. ഒരു കൂട്ടായ്മ എന്ന നിലയിൽ കർത്താവിൽ നിന്ന് ഈ കത്ത് നമുക്ക് ലഭിച്ചുവെന്ന് നമുക്ക് കരുതാം. ആദ്യ സ്നേഹം നഷ്ടമായത് നമുക്ക് മനസ്സിലാക്കാം. അതിൽ നിന്ന് വീണു എന്ന് നമുക്ക് മനസ്സിലാക്കി മാനസാന്തരപ്പെടാം. സഹോദരി സഹോദരന്മാരെ, ഇത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ കടന്നുപോയ വർഷങ്ങളെക്കുറിച്ചോ ഉള്ള കാര്യമല്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെയും ഉദ്ദേശത്തിൻ്റെയും വെളിച്ചത്തിൽ ഇന്ന് എവിടെയാണ്? അതാണ് നമുക്ക് മുമ്പിലുള്ള പ്രധാന ചോദ്യം. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ നമ്മെ ശരിക്കും ബോധ്യപ്പെടുത്തുമാറാകട്ടെ.
അതുകൊണ്ട് ഇത് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളെക്കുറിച്ചോ നമ്മുടെ ത്യാഗങ്ങളെക്കുറിച്ചോ നമ്മുടെ അധ്വാനത്തെക്കുറിച്ചോ സാഹചര്യങ്ങളിൽ നാം തളർന്നു പോകാതിരിക്കുന്നതിനെക്കുറിച്ചോ അല്ല പറയുന്നത്. നാം കടന്നുപോയ അനേകം സാഹചര്യങ്ങളിൽ കർത്താവിനെ പിന്തുടരുന്നതിനായി വലിയ വില കൊടുത്ത് തളർന്നു പോകാതെ നിന്ന സാക്ഷ്യം നമുക്ക് പറയുവാൻ കഴിയും. എന്നാൽ അതുപോരാ. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് നമ്മുടെ ഹൃദയം എവിടെയാണ്? നമ്മുടെ മയക്കത്തിൽ നിന്ന് നമുക്ക് ഉണരാം. നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ.